ഈ കുടുംബത്തിന് വേണ്ടി കല്യാണി ചെയ്തിട്ടുള്ള ത്യാഗങ്ങൾ നീ ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? ഒന്നുമില്ലേലും എന്റെയും നിന്റെ ജീവൻ രക്ഷിച്ചവളാ കല്യാണി. മതി കൃഷ്ണേട്ടാ, ഒന്നും മറന്നിട്ടില്ല. കല്യാണി നല്ലവള് തന്നെയാ, ഈ കുടുംബത്തോട് കൂറും വിശ്വാസം ഉള്ളവള് തന്നെയാ. അവള് മോശക്കാരിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നുവെച്ച് അവള് കാരണവർ പൂജ ചെയ്യുന്നൊന്നും അനുവദിക്കാൻ പറ്റില്ല. അങ്ങനെ ആരെങ്കിലും കയറി ചെയ്യാനുള്ളതല്ല തൃച്ചംബരത്തെ കാരണവർ പൂജ. ആരെങ്കിലും ചെയ്താൽ കാരണവർ പ്രീതിപ്പെടില്ല. ഈ കുടുംബത്തിന് നന്മ വരണമെന്ന ലക്ഷ്യത്തോടു കൂടി പൂജ ചെയ്യുന്ന ഏതൊരാളെയും കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ കാരണന്മാർ കാണത്തുള്ളൂ. അച്ഛൻ പറയുന്നത് ശരിയാമ്മേ. അമ്മ കല്യാണിയുടെ മനസ്സ് കാണാത്തതിന്റെ കുഴപ്പം. ഈ കുടുംബത്തിന്റെ നന്മ ആഗ്രഹിക്കുന്നവര് ഈ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ തന്നെയാ. അവരുടെ പ്രാർത്ഥനകളെ തടസ്സപ്പെടുത്തുകയല്ല, പ്രോത്സാഹിപ്പിക്കുകയല്ലേ വേണ്ടത്. കൊള്ളാം. കല്യാണിയുടെ കാര്യം വന്നപ്പോ അച്ഛനും മോനും ഒരേ നാക്ക്. ദേ, നിങ്ങൾ രണ്ടുപേരും ഇനി എന്തൊക്കെ വാദിച്ചാലും കല്യാണി എനിക്ക് തൃച്ചംബരത്തെ ഒരു ജോലിക്കാരി മാത്രമാണ്. അല്ലാതെ തൃച്ചംബരത്തെ ഒരു സ്ഥിരം അംഗമായോ കുടുംബാംഗമായോ എനിക്ക് കാണാൻ പറ്റില്ല. ഈ തൃച്ചംബരം തറവാടിനൊരു അന്തസ്സുണ്ട്, അതൊന്നിന്റെ പേരിലും കളങ്കപ്പെടുത്താനാവില്ല. കാരണവ കോപത്തിന്റെ ഫലമാണോ ഈ അനർത്ഥങ്ങളെന്ന് ഭയക്കുന്ന നേരത്താ ഇപ്പൊ ഈ കുടുംബവുമായി യാതൊരു ബന്ധമില്ലാത്ത കല്യാണി കാരണവർ പൂജ ചെയ്യുന്നത്. ഈ പൂജ കാരണവന്മാരെ എങ്ങനെ അംഗീകരിക്കും? ഇത് പൂർവിക ശാപം വരുത്തിവെക്കും. അതുകൊണ്ട് തന്നെ കാരണവർ പൂജ കല്യാണി ചെയ്യാൻ പാടില്ല. ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. അഖില, ഒരു നിമിഷം. നീ ദൂരെ നിന്ന് കല്യാണി എന്നൊന്ന് വിളിച്ചാൽ നിന്റെ മുന്നിൽ പതറി നിൽക്കുന്ന കല്യാണി ഇപ്പൊ നീ അടുത്ത് ചെന്ന് കല്യാണി എന്ന് അലറി വിളിച്ചിട്ടും അവൾ ആ ശബ്ദം കേട്ടില്ല. അത്രയ്ക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുകയാണ് അവൾ. അവൾക്ക് ചുറ്റും എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും അവൾ അറിയുന്നില്ല. അതാണ് അർപ്പണബോധത്തോടെയുള്ള പ്രാർത്ഥന. അത് അവൾക്കോ അവളുടെ കുടുംബത്തിനോ വേണ്ടിയല്ല, നമുക്ക് നല്ലതിനു വേണ്ടിയാ, നമ്മുടെ കുടുംബത്തിലെ അനർത്ഥങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയാ. അന്തസ് അഭിമാനം എന്നൊക്കെ പറഞ്ഞ് നീ കല്യാണി ചെയ്യുന്ന ഈ പൂജ പകുതിക്ക് മുടക്കി വെച്ചാൽ ദൈവദോഷമുണ്ടാകും. ദൈവകോപം ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമാ. അന്തസ്സും പാരമ്പര്യവും മുറുകെ പിടിക്കണോ, ദൈവകോപം അകറ്റണോ എന്ന് നിനക്ക് തീരുമാനിക്കാം. അഖില ഇന്നത്തോട് അവളുടെ പൂജ അവസാനിപ്പിക്കും. നീ നോക്കിക്കോ, തൃച്ചംബരത്തൊരു ഭൂകമ്പമായിരിക്കും ഉണ്ടാകാൻ പോകുന്നു. ദൈവകോപം അകറ്റണോന്ന് നിനക്ക് തീരുമാനിക്കാം. ഈ ജോലിക്കാരി കല്യാണി ഈ കുടുംബത്തോടുള്ള സ്നേഹം കൊണ്ട് ഇങ്ങനെ ഒരു അപരാധം ചെയ്തു പോയതാ. ഇവളോട് പുറത്തു മാപ്പാക്കണേ. തൃച്ചംബരം കുടുംബത്തിന് നന്മയുണ്ടാകാൻ വേണ്ടിയുള്ള ഇവളുടെ പ്രാർത്ഥന കനിവോടെ സ്വീകരിക്കണേ എന്റെ പരദേവതകളെ. അവിവേകമാണെങ്കിൽ അറിവില്ലായ്മയായി കണ്ട് മാപ്പ് തരണമേ ഗുരുകാരണവന്മാരെ. എന്താ ആന്റി,
ആന്റി ഇപ്പൊ എന്തോ ഭൂകമ്പം ഉണ്ടാവും പറഞ്ഞിട്ട്. അതേ ഗംഗേ, ഈ അഖിലയെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ. നീ വാ. അമ്മേ, ട്രാഫിക് പെട്ടുപോയതുകൊണ്ടാ ഇപ്പൊ എത്താന്ന് പറഞ്ഞു. വരട്ടെ. ബ്രോ, ഈ അവസാന സമയത്തെങ്കിലും ഒന്ന് മാറ്റി ചിന്തിക്കും ബ്രോ. കമ്പനി രണ്ടാക്കണ്ട ബ്രോ, പ്ലീസ്. അരവിന്ദ്, തീരുമാനം എടുത്തു കഴിഞ്ഞു. എല്ലാം നിന്റെ നന്മയ്ക്ക് തന്നെയാ. അമ്മ പറഞ്ഞ ബ്രോ കേൾക്കാതിരിക്കില്ല. കമ്പനി രണ്ടാക്കണ്ടെന്നൊന്ന് പറയാമേ. എല്ലാം നിന്റെ നന്മയ്ക്കാണെന്ന് ആനന്ദ് പറഞ്ഞില്ലേ? നീ സമാധാനായിട്ടിരിക്കേ. നമസ്കാരം സർ. നമസ്കാരം. ഗുഡ് മോർണിംഗ് മാഡം. നല്ല ട്രാഫിക് ആയിരുന്നു, അതല്പം വൈകിയത്. ഇരിക്കൂ. താങ്ക് യു മാം. ചായ. താങ്ക്സ്. എന്തുപറ്റി? ലേറ്റായല്ലോ. ഞങ്ങൾ ഒരിക്കലും സ്വപ്നത്തിൽ പോലും കാണാൻ ആഗ്രഹിക്കാത്ത കാര്യം തൃച്ചംബരത്ത് നടക്കാൻ പോകുന്നു. അതും നീ കാരണം. നന്ദിയുണ്ട് നന്ദന, എന്റെ മനസ്സിന് ഒരുപാട് സന്തോഷം സമ്മാനിച്ചതിന്. എന്നോട് വന്ന് പകുതി കമ്പനികൾ അരവിന്ദൻ എഴുതി വെക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല എന്നറിയാവുന്നതുകൊണ്ട് ബുദ്ധിപരമായി ചിന്തിച്ച് ആനന്ദിനോട് പറഞ്ഞ് വിചാരിച്ച കാര്യം സാധിച്ചെടുത്തല്ലോ. വെരി ഗുഡ്. നിന്റെ പ്രസൻസ് ഓഫ് മൈൻഡ് സമ്മതിക്കണം. എനിക്ക് അഭിമാനം തോന്നുന്നു. എങ്ങനെയുണ്ട് കൃഷ്ണേട്ടാ? വളരെ നിശബ്ദമായിട്ടിരുന്നിട്ട് ഈസിയായിട്ട് കാര്യങ്ങൾ സാധിച്ചത് കണ്ടില്ലേ? പക്ഷെ ആശിച്ചത് കയ്യിൽ കിട്ടുന്ന സമയത്ത് ഇങ്ങനെ ലേറ്റായിട്ട് വന്നത് മോശം. വക്കീലെത്തി ഡോക്യുമെന്റ്സ് ഒക്കെ വായിക്കാൻ പോവാ. കമ്പനികളൊക്കെ ഭാഗം വച്ചിരിക്കുന്നത് കറക്റ്റ് ആണോ എന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. തൃപ്തികരമല്ലെങ്കിൽ പറയണം. ഡോക്യുമെന്റ്സ് ഒക്കെ മാറ്റി എഴുതാനുള്ളതാ. ഈശ്വര, ആന്റി എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണല്ലോ. ഞാൻ കാരണം ഇവിടെ അനർത്ഥങ്ങളൊന്നും ഉണ്ടാവരുത്. മനസ്സ് നിയന്ത്രണം വിടാതെ കാത്തോളണേ. മാഡം, നന്ദന മാഡത്തിനെ കുറ്റപ്പെടുത്തരുത്. നന്ദന മാഡത്തിന്റെ കയ്യിൽ ഒരു തെറ്റുമില്ല. തെറ്റെല്ലാം എന്റെ ഭാഗത്താ. ഞാൻ
ഞാനാ തെറ്റുകാരി. കല്യാണി, നീ എന്തൊക്കെ പറയുന്നേ? നന്ദനെ രക്ഷിക്കാൻ തെറ്റെല്ലാം സ്വയം ഏൽക്കണോ? അങ്ങനെയല്ല അനിയൻ കുഞ്ഞെ. എല്ലാരും കൂടി അനിയൻ കുഞ്ഞിനെ കുറ്റപ്പെടുത്തുന്നത് കണ്ട് നന്ദന മാഡത്തിന് വിഷമമായി. മനസ്സാകെ അസ്വസ്ഥമാണെന്ന് പറഞ്ഞു. അനിയൻ കുഞ്ഞിന് ഒരു ഉത്തരവാദിത്വം ഉണ്ടായി കാണുമെന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടപ്പോ ഞാനാ പറഞ്ഞത് വല്ലുകുഞ്ഞിനെ പോയി കണ്ട് വിഷയം പറഞ്ഞ് പകുതി കമ്പനി അനിയൻ കുഞ്ഞിന്റെ പേരിലേക്ക് എഴുതി വയ്പ്പിക്കാൻ. നീ ആരാ തൃച്ചംബരത്തെ സ്വത്ത് ഭാഗം വയ്ക്കാൻ പറയാൻ? എച്ചിൽ പാത്രം കഴുകുന്നവൾ തൃച്ചംബരത്ത് വന്നു കയറിയ മരുമകൾക്ക് ബുദ്ധി ഉപദേശിക്കാൻ മാത്രം വളർന്നോ? അതിബുദ്ധിമതിയായ നന്ദനയ്ക്ക് കുബുദ്ധി ഉപദേശിച്ചു കൊടുക്കാൻ നീ ആരാ? അഭിനവ മന്ദരയോ? ഇത് നിന്റെ കുറ്റമല്ല. അടുക്കളക്കാരിയെ നിർത്തേണ്ട അടുത്ത് നിർത്തണമായിരുന്നു. അതെ, എല്ലാവരും കൂടി തലയിൽ കയറ്റുമ്പോ ആലോചിക്കണമായിരുന്നു ഇതും ഇതിനപ്പുറം ഉണ്ടാകുമെന്ന്. ചേച്ചി പറഞ്ഞതാ ശരി. രാമലക്ഷ്മണന്മാരെ പോലുള്ള ആനന്ദിനെയും അരവിന്ദിനെയും തമ്മിലടുപ്പിക്കാൻ ശ്രമിച്ച മന്ദര തന്നെയാ ഇവള്. ഈ കുടുംബം പിരിക്കാൻ കുബുദ്ധി ഉപദേശിച്ച ഇവളെ ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിർത്തരുത് ചേച്ചി. ഇപ്പൊ അടിച്ചിറക്കണം. ഉണ്ട ചോറിന് നന്ദി കാണിക്കാത്ത ഇവളെയൊക്കെ കണ്ടാ തന്നെ കുളിക്കണം. വീട് വിട്ടുപോയ നിന്നെ തേടി വന്ന് കൂട്ടിക്കൊണ്ടുവന്നപ്പോ നീ അങ്ങ് വലിയവളാണെന്ന് വിചാരിച്ചോ? എത്ര അഹങ്കാരം ഉണ്ടായിട്ടാ നീ എന്റെ മരുമകൾക്ക് ഇങ്ങനെ ഒരു ബുദ്ധി ഉപദേശിച്ചു കൊടുത്തത്? നിന്നെയൊക്കെ നിർത്തേണ്ട അടുത്ത് നിർത്തിയിരുന്നെങ്കിൽ എന്റെ കുടുംബത്തിന് ഇന്നിങ്ങനെ ഒരു ഗതികേട് വരില്ലായിരുന്നു. നിന്നെ ഞാൻ വേണ്ട. വക്കീലൊക്കെ ഇരിക്കുന്നു. കുറച്ചു നേരം ഒന്ന് ക്ഷമിക്കുക. ആദ്യം ഡോക്യുമെന്റ്സ് വായിക്കട്ടെ. അതെ, എങ്ങനെ ആദ്യം ഭാഗവതരം വായിക്കട്ടെ, എന്നിട്ട് മതി ശിക്ഷാ നടപടികൾ. ആ വക്കീലേ, സർ. ഡോക്യുമെന്റ്സ് വായിക്കും. ശരി. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ ഉടമസ്ഥതയിലുള്ള ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ 16 കമ്പനികൾ. 1. ആനന്ദ് കൺസ്ട്രക്ഷൻസ്. 2. ആനന്ദ് ടെക്സ്റ്റൈൽസ്. 3. ആനന്ദ് എക്സ്പോർട്സ് ആൻഡ് ഇമ്പോർട്സ്. 4. ആനന്ദ് ഫുഡ് പ്രോഡക്ട്സ്. 5. ആനന്ദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. 7. ആനന്ദ് ട്രാവൽസ്. 8. ആനന്ദ് ഹെർബൽ പ്രോഡക്ട്സ്. ആനന്ദ് മീറ്റ് പ്രോഡക്ട്സ്. മേൽപ്പറഞ്ഞ ഈ 16 കമ്പനികൾക്ക് മാനേജിംഗ് ഡയറക്ടറായി പ്രവർത്തിച്ചു വരുന്ന ആനന്ദ് കൃഷ്ണൻ. വായിക്കേ. മേൽപ്പറഞ്ഞ 16 കമ്പനികൾക്ക് മാനേജിംഗ് ഡയറക്ടറായി പ്രവർത്തിച്ചു വരുന്ന ആനന്ദ് കൃഷ്ണൻ ആ സ്ഥാനത്ത് നിന്നും രേഖാമൂലം പൂർണ്ണമായും ഒഴിയുന്നു.
16 കമ്പനികളുടെയും MD സ്ഥാനത്തേക്ക് ആനന്ദ് കൃഷ്ണന്റെ ഏക സഹോദരനായ ശ്രീമാൻ അരവിന്ദ് കൃഷ്ണനെ നിയമിച്ചുകൊള്ളുന്നു. ബാക്കി വായിക്കുക. പുതിയ MDക്ക് സഹായിയായി ശ്രീമാൻ ആനന്ദ് കൃഷ്ണൻ പ്രവർത്തിക്കുമെങ്കിലും തീരുമാനമെടുക്കാനുള്ള പൂർണ്ണ അധികാരം പുതിയ മാനേജിംഗ് ഡയറക്ടറായി ചുമതലയെടുക്കുന്ന അരവിന്ദ് കൃഷ്ണനാണ്. എന്താണിത് ഇതൊക്കെ? നീ ഇവന്റെ പേരിൽ പകുതി കമ്പനികൾ കൊടുക്കുന്നല്ലേ പറഞ്ഞത്? ഇപ്പോ എല്ലാം അവൻ എഴുതി കൊടുത്തിരിക്കുകയാണല്ലോ. അമ്മേ, ഈ കമ്പനികൾ രണ്ടായി ഭാഗം വയ്ക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. കീറി മുറിച്ചാൽ വേദനിക്കും. അച്ഛനും അമ്മയും ഇത് അംഗീകരിച്ച് അരവിന്ദിനെ അനുഗ്രഹിക്കണം. അരവിന്ദ് വലിയൊരാളായിട്ട് മാറും. ആനന്ദ്, നീ പകുതി കമ്പനികൾ ഇവന്റെ പേരിൽ എഴുതി വെക്കുന്നു എന്നല്ലേ പറഞ്ഞത്? പിന്നെന്താ തീരുമാനം മാറ്റിയത്? ഇവനെ എനിക്കിപ്പോഴും അത്ര വിശ്വാസമില്ല. അവന് ഓഫീസ് കാര്യങ്ങൾ പഠിച്ച ശേഷം അതങ്ങനെ ആകാമായിരുന്നു. പക്ഷേ ഇപ്പൊ നീ മുഴുവൻ കമ്പനികളും അവനെ ഏൽപ്പിക്കാൻ പോവാ. ഇതെങ്ങനെ സമ്മതിക്കാൻ പറ്റും? അമ്മേ, നമ്മൾ അരവിന്ദിനെ വിശ്വസിച്ചില്ലെങ്കിൽ മറ്റുള്ളവരെങ്ങനെയാ വിശ്വസിക്കുക? കമ്പനി രണ്ടായിട്ട് ഭാഗം ചെയ്ത് പകുതി കമ്പനികൾ അരവിന്ദിനെ ഏൽപ്പിക്കണമെന്ന് ഞാൻ ആദ്യം കരുതിയത്. പക്ഷേ കമ്പനികൾ ഭാഗം വയ്ക്കുന്നത് അരവിന്ദ് തെറ്റായ അർത്ഥത്തിലാണ് കണ്ടത്. ഇവൻ കാരണം കുടുംബം രണ്ടായി പിരിഞ്ഞു പോകുമെന്ന ചിന്തയായിരുന്നു ഇവന്. ഈ മാനസികാവസ്ഥയിൽ ഇവനെ കൊണ്ട് ഒറ്റയ്ക്ക് കമ്പനി നടത്തിക്കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് തോന്നി. അതുകൊണ്ട് മുഴുവൻ കമ്പനികളും ഇവന്റെ പേരിൽ എഴുതിയിട്ട് ഇവനൊരു സഹായിയായിട്ട് എല്ലാം പഠിക്കുന്നതുവരെ കൂടെ നിൽക്കാന്ന് കരുതിയത്. അതെ അമ്മേ, അർജുനൻ വിജയിച്ചു കയറാൻ തേരാളിയായി കൃഷ്ണനുണ്ട്. അതൊക്കെ ശരി. ഇത്രയും നാൾ അധികാര സ്ഥാനത്തിരുന്ന നീ നാളെ യാതൊരു അധികാരമില്ലാത്ത സ്ഥാനത്തേക്ക് മാറുമ്പോ ഇത്രയും നാള് നിനക്ക് കിട്ടിയിരുന്ന റെസ്പെക്റ്റും അംഗീകാരവും തുടർന്നും കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? അതെന്താണ് നീ അങ്ങനെ ചിന്തിക്കാത്തെ? മറ്റുള്ളവരെങ്ങനെ പെരുമാറും, എങ്ങനെ ചിന്തിക്കും എന്നൊന്നും ഞാൻ ആലോചിക്കാറില്ല അച്ഛാ. ഇവന്റെ മനസ്സിൽ എനിക്ക് അർഹതപ്പെട്ട സ്ഥാനം എന്നും ഉണ്ടാവും എനിക്ക് നന്നായിട്ടറിയാം. ഒരിക്കലും ഇവനെ ഞാൻ ഇനി ഒരു കോമാളിയാവും വിട്ടുകൊടുക്കില്ല. മദ്യപിക്കുമ്പോ ഇവന് സംശയം തോന്നുമെങ്കിലും ഇവനും ഈ അച്ഛന്റെ അമ്മയുടെ രക്തമാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അരവിന്ദ് ലോകം അറിയുന്ന ബിസിനസ്സുകാരനാവും. ആക്കി കാണിക്കും ഞാൻ. ദയവ് ചെയ്ത് അച്ഛനും അമ്മയും എന്റെ ഈ തീരുമാനം അംഗീകരിക്കണം. ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യം ഞാൻ അമ്മോട് ചോദിച്ചു. ആ തെറ്റിന് ഞാൻ എൻ്റെ അമ്മയുടെ കാല് പിടിച്ച് മാപ്പ് ചോദിക്കാം. മാപ്പ്. എപ്പോഴത്തെയും പോലെ എന്റെ പ്രോ MD ആയിട്ടിരുന്നാ മതി. ഞാൻ ഉത്തരവാദിത്വത്തോടെ കാര്യങ്ങൾ ചെയ്ത് നിങ്ങളെല്ലാരും ആഗ്രഹിക്കുന്ന പോലെ വലിയ ആളായിട്ട് കാണിക്കാം. അതുപോലെ എന്റെ പ്രോയ്ക്ക്
വേറൊന്നിനുമല്ല ഈ MD സ്ഥാനം. ഇതിലൂടെ നിനക്കൊരു ധൈര്യവും ആത്മവിശ്വാസവും കിട്ടും. നീ വലിയൊരു ബിസിനസ്സുകാരനാവും, എനിക്ക് ഉറപ്പാ. മാഡം, ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. വല്യുകുഞ്ഞൊരിക്കലും അനിയകുഞ്ഞിനെ ഒന്നിലും മാറ്റി നിർത്തില്ലെന്നാ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കമ്പനി ഭാഗം വെക്കണമെന്ന് നന്ദന മേഡം ആവശ്യപ്പെടുമ്പോ വല്യുകുഞ്ഞ് കമ്പനി ഭാഗം വെക്കില്ലെന്നും ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കുമെന്നും എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. കാരണം വിലാസിനി മേഡം പറഞ്ഞതുപോലെ വല്യുകുഞ്ഞും അനിയകുഞ്ഞും തൃച്ചംബരത്തെ രാമലക്ഷ്മണന്മാർ തന്നെയാ. അതുകൊണ്ടാ എനിക്ക് നന്ദന മേഡത്തിനോട് അങ്ങനെ പറയേണ്ടി വന്നത്. അതിന്റെ കാര്യകാരണങ്ങൾ നിന്നോട് ഞാൻ ചോദിച്ചോ? ഇല്ലല്ലോ. അതുകൊണ്ട് ആസ്ഥാനത്ത് കയറി അഭിപ്രായമൊന്നും പറയണ്ട. നിനക്ക് അടുക്കളയിലല്ലേ ജോലി? പൊയ്ക്കോ. കല്യാണി നിൽക്ക.